കോഴിക്കോട് എലത്തൂർ മാളിക്കടവിൽ യുവതിയുടെ കൊലപാതകത്തിൽ വീണ്ടും വലിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വൈശാഖൻ കൊലപ്പെടുത്തിയേക്കുമെന്ന് യുവതിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ച കൗൺസിലിംഗ് സെന്ററിലേക്ക് യുവതി സന്ദേശം അയച്ചു. താൻ ആത്മഹത്യ ചെയ്യില്ലെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നുമാണ് ഈ സന്ദേശത്തിലുള്ളത്. കൊല ചെയ്യപ്പെട്ട ദിവസം രാവിലെ 9:30 ഈ സന്ദേശം അയച്ചത്. വൈശാഖൻ മുൻപ് പലതവണ യുവതിയെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തി കൗൺസിലിംഗ് സെന്ററിൽ എത്തിച്ചതായും വിവരമുണ്ട്. എലത്തൂരിലെ വല്ലാത്തൊരു കൊലയാളി. കുറ്റബോധമുണ്ട്. എനിക്ക് മരിക്കാൻ സാധിച്ചില്ല. കുറ്റബോധമുണ്ട്. കൊലപാതകമല്ലായിരുന്നു. ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. കൊലപാതകമല്ലായിരുന്നു. ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവള് മരിച്ചു. വൈശാഖന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ. ഈ കാണുന്ന കടമുറിക്കകത്ത് നിന്നാണ് ഈ കുറ്റകൃത്യം നടക്കുന്നതും അതിനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നതും. യുവതിയുടെ മൃതദേഹം കണ്ട നാട്ടുകാർ ഇവിടേക്ക് ഓടിക്കൂടി പോലീസിൽ വിവരമറിയിച്ചു. പിന്നീട് ഈ നാടും നാട്ടുകാരും കേട്ടത് ഞെട്ടിക്കുന്ന ചില കഥകളാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഇതല്ലേ, മാക്സിമം തൂക്കേറിട്ടുണ്ട്. അത്ര 26 വയസ്സുകാരിയുടേത് കൊലപാതകമാണെന്നറിഞ്ഞത് മുതലുള്ള ഞെട്ടൽ മാറിയിട്ടില്ല നാട്ടുകാർക്ക്. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയെന്ന് തോന്നിപ്പിച്ച സംഭവം. യുവതിയുമായി ബന്ധം സ്ഥാപിച്ച പ്രതി വൈശാഖൻ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞാണ് സ്വന്തം സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലായിരുന്നു ആസൂത്രിത കൊലപാതകം. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ ജ്യൂസിൽ ഉറക്കുഗുളിക കലർത്തിയെന്നും താൻ മയങ്ങിയ സമയത്ത് യുവതി ആത്മഹത്യ ചെയ്തെന്നുമായിരുന്നു പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഉറക്ക ഗുളിക കഴിച്ച് മയങ്ങിയെന്ന് പറഞ്ഞ പ്രതി നഗരത്തിലെ ആശുപത്രി വരെ വാഹനം ഓടിച്ചെത്തിയത് സംശയങ്ങൾക്ക് കാരണമായി. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് വൈശാഖൻ സ്ഥാപനത്തിൽ നിന്നും യുവതിയെ മർദ്ദിക്കുന്നതും കഴുത്തിൽ കുരുക്കിട്ട ശേഷം യുവതി നിന്നിരുന്ന സ്റ്റൂൾ പ്രതി ചവിട്ടിത്തെറിപ്പിക്കുന്നതുമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതി കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തോട് ലൈംഗിക വൈകൃതം കാട്ടുന്നതും CCTVയിൽ പതിഞ്ഞു. വൈശാഖന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് യുവതിയുടെ ബാഗ് പോലീസ് കണ്ടെത്തിയിരുന്നു. ബാഗിലുണ്ടായിരുന്ന ഡയറിയിൽ നിന്ന് വർഷങ്ങൾ നീണ്ട പീഡനത്തിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 16 വയസ്സ് മുതൽ പീഡനത്തിനിരയായി എന്നാണ് ഡയറിയിലുള്ളത്. ഇത് തെളിവാക്കിയാണ് പ്രതിക്കെതിരെ പോക്സോ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ കരുതിയില്ലല്ലോ, ഇത് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ എല്ലാവർക്കും ഒരു അതിശയം പോലെയായിപ്പോയി. കേട്ട സമയത്ത് ഒരു പെട്ടെന്നൊരു ഇതായി പോയിരുന്നു. ഇങ്ങനെ സംഭവിക്കും. നമ്മളെ നാട്ടില് ഇങ്ങനെ സംഭവിക്കുമ്പോ ഒരു ഇതല്ലേ. കണ്ടിട്ട് അങ്ങനെ ഒരാളാന്ന് വിചാരിച്ചില്ല. സംഭവം അറിഞ്ഞപ്പോഴാണ് ക്രൂരതയാന്ന് പറയാനുണ്ടോ. ഭയങ്കര ക്രൂരതയല്ലേ നടന്നത്. എനിക്ക് മാക്സിമം തൂക്കേറിട്ടുണ്ട്. അത്ര മാളിക്കടവിൽ നടന്ന കൊലപാതകത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. വൈശാഖനുമായി ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിലേക്ക്. അതിലൊന്നാമത്തെ കേന്ദ്രം എന്നത് ഇൻഡസ്ട്രിയാണ്. അവിടെ വെച്ചാണ് യുവതിയെ ഇയാൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. അതേ തുടർന്ന് പിന്നീട് അതൊരു കൊലപാതകത്തിൽ കലാശിക്കുന്നതും മരണശേഷം യുവതിയെ ലൈംഗികമായി ഉപയോഗിക്കാനുള്ള ആ ഒരു രീതിയിലുള്ള ഇടപെടൽ കൂടി വൈശാഖന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഉറക്കുഗുളികയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഉറക്കുഗുളിക ശീതളപാനീയത്തിൽ കലർത്തിയാണ് യുവതി അബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഉറക്കുഗുളിക വാങ്ങിയ മെഡിക്കൽ സ്റ്റോർ, അതോടൊപ്പം തന്നെ ശീതളപാനീയം വാങ്ങിയ മാളിക്കടവിലെ ബേക്കറിയിലടക്കം അന്വേഷണ സംഘം എത്തി ഇയാളുമായി തെളിവെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരം കൂടി പുറത്തു വരുന്നത് തൻ്റെ ഭാര്യയോട് ഈ വിവരങ്ങളെല്ലാം തന്നെ വൈശാഖൻ പങ്കുവെച്ചു എന്നതാണ്. അതോടൊപ്പം തന്നെ യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം വൈശാഖൻ യുവതിയുടെ മൃതദേഹവുമായി കാറിൽ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ CCTV ദൃശ്യവും അന്വേഷണത്തിന് വലിയ തോതിൽ തന്നെ ശക്തമായി ഭാവിയിൽ പ്രോസിക്യൂഷനൊക്കെ തന്നെ കോടതിയിൽ ശക്തമായൊരു തെളിവായി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണം ചെയ്തു തന്നെയാണ് വൈശാഖൻ ഈ കൊലപാതകം നടത്തിയതെന്ന് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ടേക്ക് വയ്ക്കുന്ന വസ്തുത. കോഴിക്കോട് മാളിക്കടവിലെ വൈശാഖിൻ്റെ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ വെച്ച് യുവതി കൊല്ലപ്പെടുന്നതിൻ്റെ അന്ന് രാവിലെ 9:20 കൂടി
കല്ലായിലെ തൻ്റെ കൗൺസിലർക്ക് അയച്ചിരിക്കുന്ന വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, വൈശാഖിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ട്, വധഭീഷണിയുണ്ട്, അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്ന് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നതുൾപ്പെടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ 16 വയസ്സ് മുതൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നും 2 മാസമായി ഈ വൈശാഖിൽ നിന്നും അകലാൻ ശ്രമിക്കുകയാണെന്നും പക്ഷേ അതിന് സമ്മതിക്കുന്നില്ല, ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വാട്സപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ യുവതി കൗൺസിലർക്ക് അയച്ചിരിക്കുന്നത് ഈ അന്ന് രാവിലെ 9:20 വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. പക്ഷേ അത് ആ സമയത്ത് താൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല, സന്ദേശം കണ്ടില്ല എന്നാണ് ഈ കൗൺസിലർ അറിയിച്ചിരിക്കുന്നത്. വൈകിട്ടോടു കൂടിയാണ് ഇത് വാട്സപ്പ് സന്ദേശം ഓപ്പൺ ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും യുവതി കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ദാരുണമായ സാഹചര്യം. നേരത്തെ തന്നെ ഈ വൈശാഖൻ്റെ കൂടെ യുവതി കൗൺസിലറുടെ അടുത്ത് സഹായം തേടി എത്തിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ വൈശാഖൻ പറഞ്ഞിരുന്നത് തൻ്റെ ഭാര്യയാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ കൗൺസിലർ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഈ രീതിയിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയായി വൈശാഖിൻ്റെ ഒപ്പം നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ടി വന്ന ഒരാളാണ് ഈ യുവതി എന്നുള്ള കാര്യം ഈ കൗൺസിലർക്ക് വ്യക്തമായത്. ഏതായാലും കൗൺസിലർ ഇപ്പോൾ പോലീസിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷിയായി മാറിയിരിക്കുകയാണ്. ഈ കേസിൻ്റെ സുപ്രധാനമായ തെളിവുകളാണ് ഈ വാട്സപ്പ് സന്ദേശം ലഭിച്ചതോടുകൂടി പോലീസിന് കയ്യിലെത്തിയിരിക്കുന്നത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.